ഇടനീർമഠവും കേശവാനന്ദ ഭാരതിയും ഇന്ത്യൻ ഭരണഘടനാ ചരിത്രത്തിന്റെ നിർണായകമായ ഭാഗമായത് എങ്ങനെയാണ്? ഹൈ ഓൾ, വെൽക്കം ടു KS മെന്റർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് വേഴ്സസ് DPSP എ വാക്ക് ത്രൂ കേസസ്. അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സും DPSPയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കേസുകൾ, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസുകളാണ് നോക്കാൻ പോകുന്നത്. നിങ്ങൾ SI മെയിൻസ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഇപ്പോൾ ഡിഗ്രി പ്രിലിംസ് ആണെങ്കിലും നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് നിർണായകമായ വിധികൾ വന്ന കേസുകൾ എപ്പോഴും ചോദിക്കുന്നതാണ്. ഈവൻ കേസുകളുടെ കോൺസെപ്റ്റ് എന്താണ്, ആ കേസ് കൊണ്ട് വന്നത്, മീൻസ് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ ആണോ അല്ലെങ്കിൽ അമെൻമെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. മാത്രമല്ല ഇയർ അനുസരിച്ച് അറേഞ്ച് ചെയ്യാനും ചോദിക്കുന്നുണ്ട്. സോ ഇതൊരു ചെറിയ വീഡിയോ ആയിരിക്കും. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതിന് മുന്നേ പറഞ്ഞോട്ടെ, നിങ്ങൾ LSGS മെയിൻസ് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ KS മെനിൽ കറന്റ് ബാച്ചുകൾ റണ്ണിങ് ആണ്. അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൽ പ്രിലിംസ് ബാച്ചുകളും റണ്ണിങ് ആണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം ജോയിൻ ചെയ്യുക. ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സും DPSPയുമായിട്ട് ബന്ധപ്പെട്ട 4 കേസുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ 2 എണ്ണം ഇൻ ഡീറ്റെയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. റീസൺസ്, വരാനുള്ള കാരണങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യും. ഓക്കെ, ആദ്യമായിട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ്. എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും പച്ചവെള്ളം പോലെ പഠിച്ചു വെക്കുന്ന പോർഷനാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. സോ പാർട്ട് 3ലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷനിൽ. എന്തിനു വേണ്ടിയിട്ടാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? നമ്മുടെ ഇൻഡിവിജ്വൽ ലിബർട്ടീസ്, ഇക്വാലിറ്റി, അതുപോലെ ഫ്രീഡം ഓഫ് സ്പീച്ച്, അതുപോലെ തന്നെ ചൂഷണത്തിനെതിരെയുള്ള, സോ ഇതൊക്കെ ഇൻഡിവിജ്വൽ ലിബർട്ടിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. അത് ജസ്റ്റീഷ്യബിൾ ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്ക് വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റീഷ്യബിൾ ആണ്, നമുക്ക് ന്യായവാദത്തിന് അർഹമാണ്, നമുക്ക് സുപ്രീം കോടതിയെ സമീപിക്കാവുന്നതാണ്. സോ കുറച്ച് ഫീച്ചേഴ്സ് ആണ് പറഞ്ഞത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ പാർട്ട് 3ലാണ്. അടുത്തത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അഥവാ DPSP. എന്താ DPSP എന്ന് പറഞ്ഞാൽ? DPSP എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ് ഒരു ലോ ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് കണക്കിലെടുക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ ഗൈഡ് ലൈൻസ് ആണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ള ഒരു സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് ആണ് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത്. നമ്മൾ DPSP എന്ന് പറയും. സോ ഇത് പാർട്ട് 4ലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നേരത്തെ നമ്മൾ പേഴ്സണൽ ലിബർട്ടി പറഞ്ഞിരുന്നുവെങ്കിൽ ഇവിടെ എന്താണ്, ഒരു സ്റ്റേറ്റ്, അതായത് സോഷ്യൽ ആൻഡ് എക്കണോമിക് വെൽഫെയർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു സ്റ്റേറ്റ് എന്തൊക്കെ ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ എന്തൊക്കെ ഗോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് ഉള്ളത്, സോ ആ സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് ആണ് ഈ DPSPയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ നോൺ ജസ്റ്റീഷ്യബിൾ ആണ്. അതായത് ഇപ്പോൾ മാർഗനിർദ്ദേശ തത്വങ്ങൾ വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് നമുക്ക് സുപ്രീം കോടതിയെ സമീപിക്കാനായിട്ട് കഴിയില്ല. ഇത് ന്യായവാദത്തിന് അർഹമല്ല. ഇനി ഇവിടെ എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ഗൈഡ് ലൈൻസ് ഫോർ സ്റ്റേറ്റ് ടു എൻഷുർ എ ജസ്റ്റ് സൊസൈറ്റി, ഒരു ജസ്റ്റ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് എന്തൊക്കെ ഗൈഡ് ലൈൻസ് ആണ് ഫോളോ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഈ DPSPയിൽ പരാമർശിക്കുന്നത്. അത് നമ്മൾ നോക്കാൻ പോകുന്നത് കീ ഡിഫറൻസസ് ആണ്. ഈ DPSPയുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിൻ്റെയും കീ ഡിഫറൻസസ് എന്തൊക്കെയാണ്? ഒന്ന്, ആദ്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ജസ്റ്റീഷ്യബിലിറ്റി ആണ് ആദ്യത്തെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റീഷ്യബിൾ ആണ്. വയലേറ്റ് ചെയ്താൽ നമുക്ക് കോടതിയെ സമീപിക്കാനായിട്ട് കഴിയും. എന്നാൽ DPSP എന്ന് പറയുന്നത് ലീഗലി എൻഫോഴ്സബിൾ, ജസ്റ്റീഷ്യബിൾ അല്ല. അതാണ് ഫസ്റ്റ് കീ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നേച്ചർ എങ്ങനെയാണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഇൻഡിവിജ്വലിസ്റ്റിക് നേച്ചർ ഉള്ളതാണ്. പേഴ്സണൽ ലിബർട്ടി, പേഴ്സണൽ ഫ്രീഡം, ഇതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ. എന്നാൽ DPSPക്ക് കുറച്ചൊരു കളക്ടിവിസ്റ്റിക് നേച്ചറാണ് ഉള്ളത്. അല്ലെങ്കിൽ ഒരു വെൽഫെയർ ഓഫ് ഒരു സൊസൈറ്റിക്ക് മൊത്തം അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിക്ക് മൊത്തത്തിലുള്ള ഒരു വെൽഫെയർ ആണിത് പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, ഫണ്ടമെന്റൽ റൈറ്റ്സിന് ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് വ്യൂ ആണ് ഉള്ളതെങ്കിൽ DPSPക്ക് ഒരു കളക്ടിവിസ്റ്റ് വ്യൂ ആണ് വരുന്നത്. ഓക്കെ, അതാണ് സെക്കൻഡ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. ഇനി ഇംപ്ലിമെൻറ്റേഷൻ, എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം? ഫണ്ടമെന്റൽ റൈറ്റ്സിന് പ്രത്യേകിച്ച് ഒരു ലെജിസ്ലേറ്റീവ് ആക്ഷനും ഇല്ലാതെ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് കഴിയും. എന്നാൽ DPSP അങ്ങനെയല്ല. DPSPക്ക് ഒരു ലോ അല്ലെങ്കിൽ ഒരു ലെജിസ്ലേറ്റീവ് ആക്ഷൻ കൊണ്ട് മാത്രമേ DPSPയിലുള്ള കാര്യങ്ങളെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. സോ ഇവിടെ ലെജിസ്ലേറ്റീവ് ആക്ഷൻ വേണ്ട, ഇവിടെ ഒരു ലോ വേണം, ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടൊരു ലോ വേണം. ഓക്കെ, ഇനി അത് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒരു പൊളിറ്റിക്കൽ ഡെമോക്രസി ആണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെങ്കിൽ DPSP എന്ന് പറഞ്ഞാൽ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെമോക്രസി ആണ് ചെയ്യുന്നത്. അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ് യൂസ് ചെയ്തിട്ട് പൊളിറ്റിക്കൽ ഡെമോക്രസിയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. എന്നാൽ DPSP യൂസ് ചെയ്തിട്ട് സോഷ്യൽ ആൻഡ് എക്കണോമിക് വെൽഫെയർ ആണ് എൻഷുർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഇവർ തമ്മിലുള്ള കീ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ കേസുകളിലോട്ട് പോവാണ് ഡയറക്റ്റായിട്ട്. സോ 4 കേസുകളാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് DPSPയുമായി ബന്ധപ്പെട്ട് 4 പ്രധാനപ്പെട്ട കേസുകളാണ് നമുക്ക് വരുന്നത്.
ഒന്ന് ചെമ്പകം ദൊരൈരാജൻ കേസ്, ഇയർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക, 1951. ദെൻ ഗോലക്നാഥ് കേസ് 1962. ദെൻ കേശവാനന്ദ ഭാരതി കേസ് 1973 ആൻഡ് മിനർവ മിൽസ് കേസ് 1980. ഓക്കെ, ഇത് രണ്ടുമാണ് കോറായിട്ട് ഈ DPSP ഫണ്ടമെന്റൽ റൈറ്റ്സ് വേഴ്സസ് DPSP നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുന്ന കേസസ് ആണ് ഇത് രണ്ടും. ഓക്കെ, പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടനാ ചരിത്രത്തിൽ തന്നെ ഭയങ്കരമായിട്ടൊരു വിധി വന്നൊരു കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കി പോവാം. ആദ്യം നോക്കാം ചെമ്പകം ദൊരൈരാജൻ കേസ്. അപ്പോൾ കേസ് ഇങ്ങനെയാണ്. ചെമ്പകം ദൊരൈരാജൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് എന്നാണ്, 1951 കേസാണെന്ന് പറഞ്ഞു. ഈ ചെമ്പകം ദൊരൈരാജൻ എന്ന് പറഞ്ഞാൽ ഒരു അപ്പർ കാസ്റ്റ് ബ്രാഹ്മിൺ ഫാമിലിയിൽ ഉണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥിനിയായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി മദ്രാസ് മെഡിക്കൽ സ്കൂളിൽ അഡ്മിഷൻ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ മദ്രാസ് സ്റ്റേറ്റിലെ ഒരു ഗവൺമെൻറ് ഓർഡർ അനുസരിച്ച് അവിടെ ഒരു കാസ്റ്റ് ബേസ്ഡ് ഗ്രേഡിംഗ് സിസ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല മാർക്ക് ഉണ്ടായിട്ട് പോലും ചെമ്പകം ദൊരൈരാജന് അഡ്മിഷൻ റിജക്റ്റ് ചെയ്യുകയുണ്ടായി. സോ അതിനെതിരെ ചെമ്പകം ദൊരൈരാജൻ എന്ത് ചെയ്തു? സുപ്രീം കോടതിയെ സമീപിച്ചു. അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിട്ട് ഇക്വാലിറ്റി ഒക്കെ വയലേറ്റ് ചെയ്തു, ആർട്ടിക്കിൾ 14 ഒക്കെ വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയെ സമീപിക്കുകയുണ്ടായി. ആ സമീപിച്ച സമയത്ത് മദ്രാസ് സ്റ്റേറ്റ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവർ നമ്മളെ DPSPയിൽ അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ ആർട്ടിക്കിൾ 46 പ്രകാരം എക്കണോമിക്കലി ആൻഡ് സോഷ്യലി വീക്കർ സെക്ഷൻസിൻ്റെ എഡ്യൂക്കേഷൻ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നാണ് DPSPയിൽ പറയുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനൊരു ഗവൺമെൻറ് ഓർഡർ കൊണ്ടുവന്നതെന്നാണ് അവർ ക്ലെയിം ചെയ്തത്. സോ അപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനും DPSPയും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് വന്നു. അതായത് ഒരു ചെമ്പകം ദൊരൈരാജന് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് പോയത് അല്ലെങ്കിൽ വയലേറ്റ് ചെയ്യപ്പെട്ടത്. എന്നാൽ ഇവിടെ സ്റ്റേറ്റ് ചെയ്തത് DPSP ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുകയാണ് ചെയ്തത്. സോ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരികയുണ്ടായി. സോ അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് വന്നപ്പോൾ സുപ്രീം കോടതി എടുത്ത നിലപാടാണ് ഭയങ്കരമായിട്ട് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. അതായത് സുപ്രീം കോടതി പറഞ്ഞതെന്ന് പറഞ്ഞാൽ എപ്പോഴാണോ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ്സ് പോളിസിയും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് വരുന്നത്, അപ്പോൾ എന്ത് സംഭവിക്കും? ഫണ്ടമെന്റൽ റൈറ്റ്സിനായിരിക്കും മുൻതൂക്കം കൊടുക്കേണ്ടത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് വിൽ ഓൾവേസ് ബി സബ്സിഡിയറി ടു ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നാണ് ആര് പറഞ്ഞത്? സുപ്രീം കോടതി വിധി പറഞ്ഞത്. സോ അത്തരത്തിലൊരു വിധി വന്ന കേസായിരുന്നു ഇത്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയുകയുണ്ടായി. ഇപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ഒരു കാരണവശാലും അമെൻഡ് ചെയ്യാൻ പാടില്ല എന്നുകൂടി എന്തിൽ പറയുകയുണ്ടായി? ഈ സുപ്രീം കോടതി വിധിയിൽ പറയുകയുണ്ടായി. ഒരു കാരണവശാലും ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ഒരു കാരണവശാലും അമെൻഡ് ചെയ്യാനായിട്ട് പാടില്ല. സോ രണ്ട് കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ഫണ്ടമെന്റൽ റൈറ്റ്സിന് മുൻഗണന കൊടുക്കണം DPSP കാലം എന്ന് പറഞ്ഞു. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും DPSPയുടെ ഇംപ്ലിമെന്റേഷന് വേണ്ടിയിട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ അമെൻഡ് ചെയ്യാനായിട്ട് പാടില്ല എന്നും പറയുകയുണ്ടായി. അടുത്ത കേസ് ഇതാണ്, ഗോലക്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്, 1967 കേസാണ് ഇതെന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഹെൻറി ആൻഡ് വില്യം ഗോലക്നാഥ് രണ്ടുപേരും ബ്രദേഴ്സാണ്. അപ്പോൾ ഇവരുടെ കയ്യിൽ 500 acres ഓഫ് ലാൻഡ് ഉണ്ടായിരുന്നു. ഒരു ലാൻഡ് ലോഡ്സ് ആയിരുന്നു. 500 acres ഓഫ് ലാൻഡ് അവർക്ക് കൈവശം ഉണ്ടായിരുന്നു. അപ്പോൾ 1953 പഞ്ചാബിൽ എന്ത് കൊണ്ടുവന്നു? ലാൻഡ് റിഫോംസ് കൊണ്ടുവന്നു. നമ്മൾ കേരളത്തിൽ കൊണ്ടുവന്നതുപോലെ തന്നെ 53 പഞ്ചാബിൽ ലാൻഡ് റിഫോംസ് കൊണ്ടുവന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിച്ചു? വെൽത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, ലാൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഇതിൽ 30 acres ഇവർക്ക് കൊടുത്തു. ആർക്ക് കൊടുത്തു? ഈ ഗോലക്നാഥ് ബ്രദേഴ്സിന് കൊടുത്തു. ബാക്കി 30 acres അവിടെ വർക്ക് ചെയ്യുന്ന ടെനൻസിന് കൊടുത്തു. ബാക്കിയെല്ലാം സർപ്ലസ് ആയിട്ട് ഗവൺമെന്റിലേക്ക് കൊടുക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. സോ അതിനെതിരെ ആര്? ഈ ഗോലക്നാഥ് എന്ത് ചെയ്തു? കേസ് സുപ്രീം കോടതിയിൽ പോവുകയും ആർട്ടിക്കിൾ 31 1967 ആണ്. അപ്പോൾ റൈറ്റ് പ്രോപ്പർട്ടി ഒക്കെ ഉള്ള സമയമാണ്. സോ ആർട്ടിക്കിൾ 31 ഫണ്ടമെന്റൽ റൈറ്റ് ആയ ആർട്ടിക്കിൾ 31 വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഈ ഗോലക്നാഥ് ബ്രദേഴ്സ് സുപ്രീം കോടതി സമീപിച്ചു. അപ്പോൾ സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ 17th അമെൻമെന്റിലൂടെയാണ് ഈ ലാൻഡ് റിഫോംസ് ആക്ട് കൊണ്ടുവന്നത്. അപ്പോൾ നമ്മുടെ DPSPയിൽ ആർട്ടിക്കിൾ 39B ആൻഡ് 39C പ്രകാരം എന്താ? വെൽത്ത് കോൺസെൻട്രേറ്റ് ചെയ്യരുത്, വെൽത്ത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് സ്റ്റേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെന്നുണ്ട്. സോ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു? ലാൻഡ് റിഫോംസ് കൊണ്ടുവന്നത്. സോ 17th അമെൻമെൻറ്റ് നള്ളിഫൈ ചെയ്യണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം, ഗോലക്നാഥിന്റെ ആവശ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും ചെമ്പകം ദൊരൈരാജന്റെ കേസ് വന്നതുപോലെ തന്നെ ഇവിടെയും എന്താ വന്നത്? ഫണ്ടമെന്റൽ റൈറ്റ്സും DPSPയും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ആണ് വന്നത് അല്ലേ? ഫണ്ടമെന്റൽ റൈറ്റ്സ് വേഴ്സസ് DPSP. സോ അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ആണ് വന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ സുപ്രീം കോടതി എടുത്ത നിലപാടെന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ അമെൻഡ് ചെയ്യാനായിട്ട് പാടില്ല, ഈവൻ ഫോർ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. DPSPയുടെ ഇംപ്ലിമെന്റേഷന് വേണ്ടിയാണെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പാടില്ല? ഫണ്ടമെന്റൽ റൈറ്റ്സിനെ അമെൻഡ് ചെയ്യാനുള്ള അധികാരം പാർലമെന്റിന് ഇല്ല എന്നാണ്
ഈ ഗോലഖ്നാഥ് കേസിലും വിധി വന്നത്. സോ 2 കേസിലും എന്താ ഫണ്ടമെന്റൽ റൈറ്റ്സ് വേഴ്സസ് DPSP ആയിരുന്നു. ആദ്യത്തെ കേസിൽ പറഞ്ഞു ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് DPSPയെക്കാളും സുപ്പീരിയർ ആയിട്ട് നിൽക്കുന്നത് എന്ന് പറഞ്ഞു. മാത്രമല്ല അമെൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സെക്കൻഡ് ഗോലഖ്നാഥ് കേസിൽ വന്നപ്പോഴും എന്ത് സ്റ്റാൻഡാ പറഞ്ഞത്? ഒരു കാരണവശാലും ഈവൻ ഫോർ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി വി കാൺട്ട് അമെൻഡ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഓക്കെ, സോ ഇതായിരുന്നു ഗോലഖ്നാഥ് കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അടുത്തതാണ് ചരിത്ര പ്രസിദ്ധമായ വിധി വന്ന കേസ്. ഏതാണ്? കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 1973 ഇയർ ഓർത്തു വെക്കുക. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു കേശവാനന്ദ ഭാരതിയുമായിട്ട് ബന്ധപ്പെട്ട കേസ്? കാസർഗോഡ് അടിസ്ഥാനമാക്കിയിട്ട് ഇടനീർ മഠം എന്നൊരു മഠം ഉണ്ടായിരുന്നു. ആ മഠത്തിന്റെ മഠാധിപതിയായിരുന്നു സ്വാമി കേശവാനന്ദ ഭാരതി. 1969 കേരളത്തിലെ ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്നപ്പോൾ മഠത്തിന്റെ സ്വത്തുവകകളെല്ലാം കേരള സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുകയുണ്ടായി. സോ അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് സ്വാമി കേശവാനന്ദ ഭാരതി കേസ് കൊടുക്കുകയും തുടർന്ന് അപ്പോൾ നോക്കണം 1973 അപ്പോൾ നമ്മൾ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ ഫണ്ടമെന്റൽ റൈറ്റ്സ് നിലവിലുള്ള സമയമാണ്. അപ്പോൾ നമ്മൾ ഗോലഖ്നാഥിലെ കേസ് പോലെ തന്നെയാണ് ഇവിടെയും വന്നത്. സോ ഈ റൈറ്റ് ടു പ്രോപ്പർട്ടി ഉണ്ട്, അതായത് റൈറ്റ് ടു പ്രോപ്പർട്ടി ഫണ്ടമെന്റൽ റൈറ്റ് ആണ്, അതിനെ വയലേറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ കേസ് കൊടുത്തത്. ഈ കേസിനോടനുബന്ധിച്ച് സുപ്രീം കോടതി എടുത്ത നിലപാട് അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് ആണ് ചരിത്ര പ്രസിദ്ധമായ വിധിയായിട്ട് പിന്നീട് വന്നത്. 13 ജഡ്ജിമാരടങ്ങുന്ന ഏറ്റവും വലിയ ബെഞ്ചായിരുന്നു ഈ കോടതി വിധി പറഞ്ഞത്. ആ ചരിത്ര പ്രസിദ്ധമായ വിധി എന്തായിരുന്നു വെച്ചാൽ പാർലമെന്റിന് ഏതൊരു പാർട്ടും അമെൻഡ് ചെയ്യാനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ പാർലമെന്റ് ക്യാൻ അമെൻഡ് എനി പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുന്നത്. പക്ഷേ എന്ത് കാര്യം ഓർക്കേണ്ടത്? ബേസിക് സ്ട്രക്ചറിനെ ഓൾട്ടർ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ പാലിക്കണം എന്നാ പറഞ്ഞത്. സോ ഇങ്ങനെയായിരുന്നു വിധി. ഇങ്ങനെയായിരുന്നു പാർലമെന്റ് ക്യാൻ അമെൻഡ് എനി പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബട്ട് ഇറ്റ് കനോട്ട് ആൾട്ടർ ഇറ്റ്സ് ബേസിക് സ്ട്രക്ചർ. ബേസിക് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ജനാധിപത്യം വരും, ദെൻ ഫെഡറൽ സിസ്റ്റം വരും. ഇതൊന്നും ബേസിക് സ്ട്രക്ചറിനൊന്നും ബാധിക്കാത്ത രീതിയിൽ പാർലമെന്റിന് എല്ലാ പാർട്ടും അമെൻഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇതായിരുന്നു ചരിത്ര പ്രസിദ്ധമായ വിധിയായിട്ട് വന്നത്. ഇത് കഴിഞ്ഞ ശേഷമാണ് നമ്മുടെ 44th അമെൻമെന്റ് ആക്ട് ഓഫ് 1978 പ്രകാരം എന്ത് സംഭവിച്ചു? റൈറ്റ് ടു പ്രോപ്പർട്ടി ആർട്ടിക്കിൾ 31 റൈറ്റ് ടു പ്രോപ്പർട്ടി എലിമിനേറ്റ് ചെയ്തു. ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ലിസ്റ്റിൽ നിന്ന് തന്നെ മാറ്റിക്കഴിഞ്ഞു. അതൊരു ലീഗൽ റൈറ്റ് ആണ് നിലവിലുള്ളത്. അടുത്ത ലാസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ മിനർവ മിൽസ് കേസാണ്. വർഷം ഓർത്തു വയ്ക്കുക 1980 ആണ്. ഈ കേസിൽ എന്താ സംഭവിച്ചത്? മിനർവ മിൽസ് കേസിൽ സുപ്രീം കോടതി നമ്മുടെ കേശവാനന്ദ ഭാരതി കേസിൽ പറഞ്ഞ അതേ വിധിയെ റീഐട്രേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഒന്നുകൂടെ പറയുകയാണ് ചെയ്തത്, റീഐട്രേറ്റ് ചെയ്തു. അതായത് എന്താ? പാർലമെന്റ് കൻ അമെൻഡ് എനി പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബട്ട് ഇറ്റ് കനോട്ട് അമെൻഡ് ഇറ്റ്സ് ബേസിക് സ്ട്രക്ചർ. അതായത് ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനെ ഓൾട്ടർ ചെയ്യാതെ ഭരണഘടനയുടെ ഏത് ഭാഗം വേണമെങ്കിലും പാർലമെന്റിന് അമെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് 4 കേസുകൾ. ഒന്ന് ചെമ്പകം ദൊരൈരാജൻ കേസാണ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഗോലഖ്നാഥ് കേസ് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ കേശവാനന്ദ ഭാരതി കേസ്, മിനർവ മിൽസ് കേസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യത്തെ 2 കേസ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് DPSP ഫണ്ടമെന്റൽ റൈറ്റ്സിൻ്റെയും കോൺഫ്ലിക്റ്റ് ആണെങ്കിൽ രണ്ടാമത്തത് കുറച്ചും കൂടെ ആ ഫണ്ടമെന്റൽ റൈറ്റ്സിൻ്റെയും കോൺസ്റ്റിറ്റ്യൂഷൻ്റെയൊക്കെ അമെൻഡബിലിറ്റിയെ ഫോക്കസ് ചെയ്താണ് വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? ഫണ്ടമെന്റൽ റൈറ്റ്സും DPSPയും കോംപ്ലിമെന്ററി ആൻഡ് സപ്ലിമെന്ററി ടു ഈച്ച് അതർ ആണെന്ന് പറയാം. രണ്ടും വേണം. അതായത് ഒരു രാജ്യത്തിൻ്റെ, ഒരു സ്റ്റേറ്റിൻ്റെ സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ഡെമോക്രസി ഫുള്ളി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തേ പറ്റൂ. രണ്ടും പരസ്പരം പൂരകങ്ങളാണെങ്കിൽ പോലും രണ്ടും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. KS മെൻറ്ററിലെ LSGS മെയിൻസ് മാത്രമല്ല സെക്രട്ടേറിയറ്റിൻ്റെ പ്രിലിംസ് ബാച്ചസ് കറന്റ് റണ്ണിംഗ് ആണ്. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ജോയിൻ ചെയ്യുക. മാത്രമല്ല KS മെൻറ്ററിൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇതുവരെയും ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ജോയിൻ ചെയ്യുക. ഒരുപാട് യൂസ്ഫുൾ മെറ്റീരിയൽസ് അവിടെയും അവൈലബിൾ ആണ്. ടെലിഗ്രാം ഗ്രൂപ്പിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.